ശ്രീ ഡി സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും അതിനെ അപലപിക്കുകയാണ് ചെയ്തത്. യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന സംഭവമല്ല അവിടെ ഉണ്ടായത് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 24 മണിക്കൂർ പിന്നിടുമ്പോൾ അതാണോ അവസ്ഥ? ഇതിനെ ഒരു വധശ്രമമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ, പ്രതിപക്ഷ നേതാവിന്റെ യാത്രയുടെ ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറുന്നു, DCC ഓഫീസിലേക്ക് അക്രമം നടക്കുന്നു, കൊല്ലത്ത് നടന്ന ഈ പ്രതിഷേധ സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ അങ്ങേറ്റം പുറത്തു പറയാൻ പോലും നമുക്ക് പറ്റാത്ത തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചുള്ള മുദ്രാവാക്യം വിളികളും പ്രകടനങ്ങളും, ഇതൊക്കെ നൽകുന്ന സന്ദേശം എന്താണ്? അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരോഗ്യമന്ത്രി ആക്രമിക്കപ്പെട്ടപ്പോൾ എന്താണോ ആ സംഭവത്തോട് എല്ലാവർക്കും ഉണ്ടായിരുന്ന സമീപനം, അതിൽ നിന്ന് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയല്ലേ എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ 24 മണിക്കൂറിനുള്ളിൽ? എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ കോൺഗ്രസിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ വരെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന നിലയിൽ അവിടെ അക്രമത്തിനിരയായ ഒരു വനിതാ മന്ത്രിക്കെതിരായി ആക്ഷേപ ശരങ്ങൾ ചൊരിയുകയാണ്. കേരള രാഷ്ട്രീയം, കേരളത്തിന്റെ പൊതുസമൂഹം നാളിതുവരെ കണ്ടിട്ടുള്ള ഒരു രീതിയാണോ ഇത്? ഇങ്ങനൊരു രീതി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ, നേരത്തെ KPCCയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം അന്നത്തെ ആരോഗ്യ മന്ത്രിയെ കോവിഡ് റാണി എന്നും നിപ്പ രാജകുമാരി എന്നൊക്കെ വിളിച്ച് അങ്ങേയറ്റം അപഹാസ്യമായ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തന്നെ അപഹാസ്യത്തിന്റെ ചുഴിയിലേക്ക് വലിച്ചഴയ്ക്കുന്ന നിലയിലേക്കുള്ള പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നലെ അതാണോ സംഭവിച്ചത്? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയൊക്കെ വന്നെന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് തമാശ എന്നല്ല തോന്നുന്നത്. ഇത് പ്രോംപ്റ്റിംഗ് ആണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒരു കള്ളം നുണ പ്രചരിപ്പിക്കുന്നു. ആ നുണയെ ആവർത്തിച്ച് പ്രചരിപ്പിക്കാൻ തക്കവിധത്തിലുള്ള ഗീബൽസ് ശിഷ്യന്മാരെ, ഒരു കൂട്ടം ഗീബൽസുമാരെ ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. ആ സൃഷ്ടിച്ചെടുക്കലിന്റെ ഉൽപ്പന്നമാണ് ഇന്ന് ഈ ചാനൽ ചർച്ചയിലടക്കം നടക്കുന്നത്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഔദ്യോഗികമായ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ തങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിലൊന്നും വ്യത്യസ്തമായ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ആ വ്യത്യസ്തമായ അഭിപ്രായം എവിടെ വരുന്നത്? ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഈ തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നതിന് വേണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നയാളിനെ ഒരു ചാവേർ ആക്രമണ രീതിയിൽ, ഗറില്ല യുദ്ധ മുഖങ്ങൾ അഭിമുഖീകരിക്കുന്ന തരത്തിൽ, അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ അവിടെ ചാടി വീഴുകയാണ് അവർക്ക് നേരെ. ഇതിനേക്കാൾ ഭംഗിയായി ചെയ്യാൻ കഴിയുന്നവരാണ് DYFIയും SFIയും ഒക്കെ. അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായമൊന്നും ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപാനലിസ്റ്റുകൾക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതിങ്ങനെയെല്ലാം ചെയ്ത് അവിടെ ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ആ മന്ത്രി ഒരു വനിതാ മന്ത്രിയാണ്. ഞാൻ ആ പ്രിവിലേജ് ഒന്നും അവർക്ക് ലഭിക്കണമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം അത്തരം സമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും കേണുകൾക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ ഇവിടെ അറിയാവുന്നതോ അവർ മാധ്യമ പ്രവർത്തകയാണ് എന്നുള്ളത് മാത്രമാണ്. അതിനു മുൻപ് സമര പാരമ്പര്യ ചരിത്രമുള്ള ഒരാളാണ് വീണ ജോർജ്. നിങ്ങളിവിടെ അവരെ എന്തെല്ലാം പറഞ്ഞ് വ്യക്തിയാധിക്ഷേപം, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കോൺഗ്രസിന് വ്യക്തിയാധിക്ഷേപം നടത്തേണ്ടി വരുന്നത്? അത് നിങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമില്ലാഞ്ഞത് കൊണ്ടാണ്. ഇവിടെ രണ്ട് നിലയിലാണ് നമ്മൾ കാര്യങ്ങൾ എടുക്കേണ്ടത്. മന്ത്രിയെ വ്യക്തി അധിക്ഷേപം നടത്തുന്നത്, വ്യക്തി അധിക്ഷേപമാക്കി നടത്തുന്നത് നിങ്ങൾക്ക് പറയാൻ തനതായ രാഷ്ട്രീയം നഷ്ടപ്പെട്ടു പോയി. എപ്പോഴോ കൈമുതലായ രാഷ്ട്രീയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോഴാണ് നിങ്ങൾ വ്യക്തി അധിക്ഷേപത്തിലേക്ക് തിരിയുന്നത്. ഇവിടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് രേണുക തന്നെ ഒരു മനോഹരമായ ചർച്ച സംഘടിപ്പിക്കണം. നേരത്തെ ഉണ്ടായിരുന്നതും ആ ചർച്ച നമുക്ക് ചെയ്യാം. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ എത്ര പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ പോലും അവിടെ 1% വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും അതിനെതിരെ പ്രതിഷേധിക്കാനും ഒക്കെയുള്ള അവകാശം നമുക്കുണ്ട്. അത് വേണം. ആ സിസ്റ്റം പൂർണ്ണമായും 100% നന്നായിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടാകുന്ന അത്തരം പ്രതിഷേധങ്ങളെ നമ്മൾ തള്ളിക്കളയേണ്ടുന്ന സാഹചര്യവുമില്ല. നോക്കൂ, ഇവിടെ ഇപ്പോൾ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അത് സംഭവിച്ചു. പക്ഷേ അതിനെ ഈ രീതിയിൽ ചിത്രീകരിച്ച് സംസ്ഥാന വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ട് അല്ലെങ്കിൽ വിദ്വേഷകരമായ പരാമർശങ്ങളുള്ള മുദ്രാവാക്യം വിളികളും ഒക്കെയായിട്ട് ഇതിനെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് ചെയ്തതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നവർ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ 24 മണിക്കൂറിനുള്ളിൽ?
രേണുക എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ അക്രമത്തിനിരയായ മന്ത്രിയെ ആക്രമിച്ച രീതി തെറ്റാണ്. ഇവര് ഗാന്ധി ശിഷ്യന്മാരാണല്ലോ. ഞങ്ങളൊക്കെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇവർ സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരാണ്, ഗാന്ധി ശിഷ്യന്മാരാണ്. അക്രമത്തിനെതിരായി ചിന്തിക്കുകയും അക്രമത്തിനെതിരായി തിരിയാൻ അഹിംസാവാദത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെന്നാണ് ഇവർ സ്വയം മേനി നടിക്കുന്നത്. അങ്ങനെയുള്ള നേതാക്കന്മാർ വന്നതെന്ന് പറയേണ്ടത് എന്താണ്? അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അത് തെറ്റായി പോയി എന്നല്ലേ ഈ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ കെ മുരളീധരനും വി ഡി സതീശനും അതുപോലെ തന്നെ ശ്രീകുമാറിലേക്ക് പോകേണ്ടുന്ന സമയമായി അരമണിക്കൂറാകുന്ന അദ്ദേഹം വെയിറ്റ് ചെയ്യാണ്. വെറുതെ അതും ഇതും പറഞ്ഞ സമയം കളയണ്ട. സുരേഷ് കുമാർ പൂർത്തിയാക്കൂ. അല്ല, ഞാനൊരു കാര്യം പറയാം. ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നതെല്ലാം സഹിഷ്ണുതയോടെ കേട്ടിരിക്കണം. അത് കഴിഞ്ഞ് അയാൾ ഞാൻ ചർച്ചയിൽ വിലക്കിയല്ലോ, താങ്കൾ പറഞ്ഞോളൂ. പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പാലിക്കേണ്ടുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട്. ഇവിടെ അക്രമത്തിനിരയായത് ഒരു വനിതാ മന്ത്രിയാണ്. ആ മന്ത്രിക്കെതിരായി നടത്തേണ്ടുന്ന പദപ്രയോഗങ്ങൾ നടത്താൻ പാടില്ലാത്ത പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായ പ്രതികരണം ഈ നാട്ടിലുണ്ടാവും. ഒരു കാര്യം കൂടെ, ഇവിടെ ധീരൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന ആൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ആ കൊലപാതകികളെ, എന്റെ കുട്ടികളെ ഞാൻ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നാണ്. ഈ കേരളത്തിൽ പറഞ്ഞ കാര്യമാണ് ഇത്. സുരേഷ് കുമാർ ചുമ്മാ വായനയിൽ അടിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ വീഡിയോ കോൾ നടത്തി കെ എസ് പി പ്രവർത്തകരോട് പറയാണ്, അടി ഉണ്ടാൽ തിരിച്ചടിച്ചിട്ട് വരാവൂ. ഇതാണ് കോൺഗ്രസിന്റെ. ഇത് മാത്രമല്ല, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇത് കോൺഗ്രസിന്റെ ഒരു സംസ്കാരമാണ്. ഒരു വശത്തുകൂടെ ഇരയോടൊപ്പം ഓടുകയും മറ്റൊരു വശത്ത് വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന അങ്ങേയറ്റത്ത് ഗാന്ധി ശിഷ്യന്മാരെന്നുള്ള നിലയിൽ അഹിംസാവാദം പ്രചരിപ്പിക്കും, പറയും ഒക്കെ ചെയ്തിട്ട് ഒരു വനിതയ്ക്ക് നേരെ നിങ്ങൾ ഭീരുക്കളല്ലോ, നിങ്ങൾ ഭീരുക്കളല്ലേ? ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇങ്ങനെയാണോ നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത്? ഇത്രയും ഭീരുക്കളായിട്ടുള്ള ആളുകൾ അങ്ങനെ തെരുവിൽ ഇറങ്ങിയാൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റുമോ? തെരുവിൽ ഇറങ്ങി നോക്കാമോ? ശരി ശരി ശരി, ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ. ഇല്ല, ഞാൻ രണ്ടുപേരിലേക്ക് തിരിച്ചെത്താം. രണ്ടുപേരിലേക്ക് ഞാൻ തിരിച്ചെത്താം. അങ്ങനെ വെല്ലുവിളിയൊന്നും വേണ്ട. അങ്ങനെ എന്തൊക്കെയാണ് ആരെങ്കിലും വെല്ലുവിളിച്ചുള്ള ഈ ചർച്ചയിൽ പങ്കെടുത്താണെങ്കിൽ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കണ്ടതാണ്. ഇന്നലെ വാഴക്കുള പ്രമുഖത്തിന്റെ വക്താവ് അങ്ങയുടെ പാർട്ടിയുടെ വനിതാ നേതാവ് ചിന്താ ജവാബും AS നേതാവിനെ അധിക്ഷേപിച്ചതിലൂടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും മറ്റു അധിക്ഷേപങ്ങളിലേക്കും പോകണ്ട. നമുക്ക് രണ്ടുപേരും ഒന്നടങ്ങും. ഞാൻ ശ്രീകുമാറിലേക്ക് ഇതുവരെ പോകില്ല, എനിക്ക് ശ്രീകുമാറിലേക്ക് പോകണം. രണ്ടുപേരും അടങ്ങും. ഞാൻ തൗഫീഖിലേക്ക് വരാം. ഞാൻ എൻ ശ്രീകുമാറിലേക്ക് പോവുകയാണ്. രണ്ടുപേരും തൗഫീഖിനോട് ഞാൻ പറഞ്ഞു, തൗഫീഖ് ഞാൻ താങ്കളിലേക്ക് വരാം, താങ്കൾക്ക് സംസാരിക്കാൻ അവസരം നൽകാം. ഈ ചർച്ച അലങ്കോലമാക്കരുത്. രണ്ടുപേരും. ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ, ഈ ചർച്ചയിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു അഭിപ്രായം ഉണ്ടായാൽ ഞാൻ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ശരി, ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരും അടങ്ങുക. ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ, ഇവിടെ സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് എന്നതാണല്ലോ താങ്കൾ ഉൾപ്പെടെ UDF-കാരെല്ലാം, അല്ലെങ്കിൽ താങ്കൾ ഉൾപ്പെടെ അനുഭാവികളായാലും UDF-കാരായാലും കോൺഗ്രസ് പ്രവർത്തകരായാലും എല്ലാം കരുതുന്നത് ഇവിടെ സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആ ചിത്രമാകെ മാറുകയാണ്. എന്തുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾ ഈ രൂപത്തിലാകുന്നു എന്നൊരു ചോദ്യം ഉയരുകയാണ്. അവിടെ അതിനോട് പ്രതികരിച്ച മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ച ഭാഷ ഒരു മന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ആവർത്തിച്ച് പറയുന്നു എന്നത്, അതിനും അപ്പുറം ഈ സംഭവത്തെ ന്യായീകരിക്കുന്നു എന്നത്, ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്താണ് ഈ കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നാൽ ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് എന്നതിന്റെ സാമ്പിളായി അവർ ഈ വിഷയത്തെ എടുത്താൽ, ഈ സംഭവത്തെ എടുത്താൽ അത് തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും മുതിർന്ന നേതാക്കൾക്കില്ലേ? ശ്രീ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.